കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ ഉൾപ്പെടുന്ന കരിമ്പുഴ കൂട്ടലക്കടവ് റോഡ് 1.7 കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് വകുപ്പിന്റെ 2.5 കോടി രൂപ ഉപയോഗിച്ച് നവീകരിച്ച് BM&BC നിലവാരത്തിലാക്കി ചെയ്യുന്നതിന്റെ ഭാഗമായി ആ റോഡ് ഉപയോഗിക്കുന്ന വാർഡ് നിവാസികൾ, വ്യാപാരി വ്യവസായികൾ, പൗരപ്രമുഖർ, പൊതുപ്രവർത്തകർ എന്നിവരുടെ യോഗം ചേർന്നു. ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ പദ്ധതി നിർവഹണം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രധാനപ്പെട്ട കേരളത്തിന്റെ തന്നെ സാംസ്കാരികമായിട്ടുള്ള അടയാളപ്പെടുത്തലിന്റെ ഒരിടം കൂടിയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം, കരിമ്പുഴ തെരുവ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ മണ്ഡലത്തെയും നാടിനെയും ജില്ലയെയും ഒക്കെ ബന്ധിപ്പിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രദേശത്തുകൂടെയാണ് നമ്മുടെ ഈ റോഡ് പോകുന്നത്. അത് നല്ല നിലയിൽ വളരെ വേഗതയിൽ പണി പൂർത്തീകരിക്കുകയും ആളുകൾക്ക് ആ സൗകര്യം വേഗതയിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്ന താല്പര്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ യോഗം വിളിച്ചത്. ഇങ്ങനെ യോഗം വിളിക്കുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഒരു അലർട്ട് ഉണ്ടാവും. ആളുകളെല്ലാം വളരെ വളരെ താല്പര്യം കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് നേരെ വൃത്തിയായി ഭംഗിയായി ചെയ്യണം എന്ന ഒരു ഉത്തരവാദിത്വം പറയാതെ തന്നെ ഉണ്ടാകും. ഇത്തരം യോഗത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു സ്പിരിറ്റ് ഉണ്ടാകും. വാർഡ് മെമ്പർ നിഷാരാമനുണ്ട്, തങ്ങളുപ്പയുണ്ട്, പ്രസിഡന്റ് ഇവിടെ ആമുഖമായി സംസാരിച്ചു. അപ്പൊ നമുക്ക് തുടർന്ന് ഇതിന്റെ പ്രവൃത്തി നടത്തുമ്പോൾ സ്വാഭാവികമായും പ്രദേശത്തെ ആളുകളുടെ താല്പര്യത്തെ സംബന്ധിച്ച് വർക്ക് എടുക്കുന്നയാൾക്ക് ഒരു ബോധ്യം ഉണ്ടാവും. അപ്പോ അങ്ങനെ അവരുടെ ഒക്കെ നല്ല സഹകരണത്തോടു കൂടി സുതാര്യമായി തന്നെ വേഗതയിൽ നമുക്ക് ഈ പണി പൂർത്തീകരിക്കാനാകണം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ നിഷാരാമൻ, PA തങ്ങൾ എന്നിവർ സംസാരിച്ചു. ചർച്ചകളിൽ ഉയർന്ന നിർദ്ദേശങ്ങൾക്ക് MLAയും PWD ഉദ്യോഗസ്ഥരും മറുപടി നൽകി. പരമാവധി വെള്ളക്കെട്ടുകൾ നീക്കി അപകട സാധ്യത ഇല്ലാതാക്കി ചിലയിടത്ത് കുന്നുകൾ താഴ്ത്തി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും 6 മാസത്തിനകം പദ്ധതി പൂർത്തീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. M. സൈതലവി, KT രാമചന്ദ്രൻ, രത്നവേലു, സക്കീർ നമ്പിയത്ത്, സുരേഷ് ബാബു, രവി, മണി, അബൂബക്കർ, ഖാലിദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു.